സ്മിത എന്ന രോഗിയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടറാണ് ഞാൻ. സ്മിത വേറെ ഒരു ആശുപത്രിയിൽ പ്രസവശേഷം, അതായത് നോർമൽ പ്രസവമായിരുന്നു, പ്രസവശേഷം PPH എന്ന് പറയും, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അതായത് പ്രസവശേഷം രക്തസ്രാവം നിൽക്കുന്നില്ല. രക്തസ്രാവം നിൽക്കാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടും രക്തസ്രാവം നിൽക്കാതെയായി, ബ്ലീഡിങ് കൂടിക്കൂടി വന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് അവസാന കൈയായിട്ട് ആ ഗർഭപാത്രം എടുത്ത് കളയണം എന്നുള്ള സിറ്റുവേഷനിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ രോഗിയുടെ ഗർഭപാത്രം എടുത്തു മാറ്റി, സ്മിതയുടെ ഗർഭപാത്രം എടുത്തു മാറ്റി. എന്നിട്ടും രക്തസ്രാവം നിൽക്കാതെയായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡോക്ടർ എന്നെ പേഴ്സണലി വിളിച്ചു. ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായാലും നമ്മുടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അതിൻ്റെ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. ഡോക്ടർ രോഗിയെയും കൊണ്ട് ജൂബിലി മിഷൻ ആശുപത്രിയിലെത്തി എന്നെ ഏൽപ്പിച്ചു. ഞാൻ സ്മിത എന്ന രോഗിയെ കാണുമ്പോൾ രോഗി വളരെ അത്യാസന്ന നിലയിൽ, വളരെ ബ്ലീഡിങ്, താഴത്തുനിന്ന് യോനിയിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രോഗി കിടന്നിരുന്ന ട്രോളി മുഴുവൻ രക്തത്തിലായിരുന്നു രോഗി കിടന്നിരുന്നത്. വയറ് വീർത്തിരുന്നിരുന്നു, അതായത് വയറിനുള്ളിൽ രക്തം കെട്ടിക്കിടക്കുന്നു. വേഗത നോക്കുമ്പോൾ പൾസ് വളരെ കുറവ്, BP വളരെ താഴ്ന്നു കിടക്കുന്നു. ഉടനെ എമർജൻസിയിലെ എൻ്റെ കൂട്ടുകാരായ ഡോക്ടർമാരെല്ലാം ചേർന്ന് പേഷ്യൻറ്റിനെ റെസസിറ്റേറ്റ് ചെയ്യാന്ന് പറയും. അതായത് പേഷ്യൻറ്റിൻ്റെ BPയും പൾസും റേസ് ചെയ്താൽ മാത്രമേ പേഷ്യൻ്റെ ഹാർട്ട് ഫങ്ഷൻ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഹാർട്ട് ഫങ്ഷൻ ചെയ്യിക്കുക. അപ്പോൾ അവർ ഗ്ലൂക്കോസും അതിനുള്ളിൽ നോറഡ്രിനാലിൻ എന്ന് പറഞ്ഞ BP മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രഗ് കൊടുത്ത് BP പൊക്കി. പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലായി ഈ രോഗിയുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ ഇനി രോഗിയെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങണം. വേഗം രോഗിയെ അവിടുത്തെ ICUയിലേക്ക് മാറ്റി വെന്റിലേറ്ററിൽ ഓക്സിജൻ കൊടുത്തു തുടങ്ങി. ആ സമയം കൊണ്ട് ജൂബിലി മിഷൻ ആശുപത്രിയുടെ ഉള്ള ബ്ലഡ് ബാങ്കിൽ നിന്ന് ഇവിടെയുള്ള പലരും ആ രോഗിക്ക് വേണ്ടി, എത്രയോ പേര് ഇവിടെ കിടന്നിരുന്ന, അന്ന് അവിടെ ഉണ്ടായിരുന്ന രോഗി ബൈസ്റ്റാൻഡേഴ്സ്, ഇവിടുത്തെ സ്റ്റുഡൻസ്, നേഴ്സുമാർ ഒക്കെ ബ്ലഡ് കൊടുത്തു. 50 കുപ്പിയോളം ബ്ലഡും ബ്ലഡ് പ്രൊഡക്ട്സും കൊടുത്തു. ഫുൾ നൈറ്റ്, അതായത് രാത്രി മുഴുവൻ രോഗിയുടെ അടുത്തിരിക്കുകയായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിൽ രോഗി മരിക്കാവുന്ന സ്റ്റേജായിരുന്നു. നമ്മൾ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യും, നാളെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് രോഗിയുടെ കണ്ടീഷൻ വളരെ വേഴ്സായി. പൾസ് കിട്ടാണ്ടായി തുടങ്ങി, BP വളരെ കുറഞ്ഞു, മരുന്നുകൾ കൊണ്ടുപോലും അത് താങ്ങാൻ പറ്റാത്ത സ്റ്റേജായി. അപ്പോൾ പിന്നെ എനിക്ക് യാതൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഓപ്പറേഷൻ ചെയ്യുക. ആ താഴെ വരുന്ന ഇതിലേക്കുള്ള രക്തക്കുഴലുകളിലെ വലിയ കുഴലുണ്ട്, അതായത് അതിന് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി എന്നാണ് പറയുക. അത് കെട്ടിയാൽ മാത്രമേ ഈ ബ്ലീഡിങ് നിൽക്കുള്ളൂ. ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിന് രണ്ടാമത്തെ സർജറി, അതായത് മൂന്നാമത്, ഒരു ഡെലിവറി പിന്നെ ഒരു ഹിസ്റ്റക്ടമി, മൂന്നാമത് ചെയ്യാന്ന് പറയാൻ ഭയങ്കര റിസ്ക്കാണ്. പേഷ്യൻ്റ് 90% ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് മരിച്ചു പോകും. അപ്പോൾ എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞു, ഇത് ചെയ്യണ്ട, ഡോക്ടറുടെ കൈകൊണ്ട് രോഗി മരിച്ചു എന്നേ പറയൂ എല്ലാവരും. പിന്നെ പക്ഷേ രോഗിയുടെ കൂടെയുള്ള രോഗിയുടെ ഭർത്താവ് ഇങ്ങനെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാനെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് അങ്ങേരും കൂടെയുള്ളവരും തന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച്, ഒരു 7 മണിയായിട്ടുണ്ടാവും രാവിലെ, രണ്ടും കൽപ്പിച്ച് ഞാനിത് ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് ഒരിക്കലും മനസ്സിലാവാതിരുന്ന 2 കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുമാതിരി ഇത് അത്ര എളുപ്പമുള്ള സർജറി അല്ല. നേരെ നോക്കിയാൽ പോലും ആ രക്തക്കുഴൽ കെട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇത് രക്തം കെട്ടിക്കിടക്കണ ഉള്ളിലൂടെ എൻ്റെ കൈ ചെന്ന ആ രക്തക്കുഴലിൽ പിടിക്കാൻ പറ്റി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ധൈര്യം തന്നു. അതായത് സാധാരണ നമുക്ക് വേണ്ടി നമ്മളെ പറയുമ്പോൾ നമുക്ക് തോന്നിയത് മതി, അവിടെ അനസ്തീഷ്യ ഡോക്ടർ പറഞ്ഞു പോയി രോഗി എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് ചെയ്യാനുള്ള ധൈര്യം തന്നു. ഈ 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ക്രെഡിറ്റ് ആയിട്ടേ ഒരിക്കലും ഈ രോഗിയെ, അപ്പോൾ എന്നും ഞാൻ എൻ്റെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയുന്നത്, ഇതിലെന്തോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിച്ചു. ഇതൊന്നുമല്ല കാര്യം. ഈ രോഗി ഒരു 6-7 മാസം കഴിഞ്ഞ് ഒരു സാക്ഷ്യം കൊടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഈ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയാം, എൻ്റെ അനസ്തീഷ്യ ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. സാക്ഷ്യത്തിൽ രോഗി പറഞ്ഞു, ഡോക്ടർക്ക് ഈ രക്തക്കുഴൽ കിട്ടിയില്ല എന്നും കിട്ടി എന്ന് ഡോക്ടർ പറഞ്ഞു എന്നും. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക?
ഞാൻ രോഗി മൊത്തമായിട്ട് അനസ്തീഷ്യയിലാണ് ഇരിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നു, അനസ്തീഷ്യ ഡോക്ടറോട് ചോദിച്ചു, നിങ്ങൾ അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ രോഗിയോട്? ഞങ്ങൾ 2 പ്രാവശ്യം ആ സാക്ഷ്യം പിന്നെയും കേട്ടിട്ട് അനസ്തീഷ്യ കൊടുത്ത ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതെന്താ അത്, നമ്മൾ പറഞ്ഞ കാര്യം എങ്ങനെയാണ് രോഗിക്ക് മനസ്സിലാവുക? അപ്പോൾ ഇതിലെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് മനസ്സിലായിട്ട കുറേ കാര്യങ്ങൾ ഈ പ്രൊഫഷനിൽ വന്ന ശേഷം 20 കൊല്ലമായി ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നു. 20 കൊല്ലം 2002 ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. 2005 ജൂബിലിയിൽ 4 കഴിഞ്ഞ് 5 ഞാൻ ജൂബിലിയിൽ ജോലി ചെയ്ത് തുടങ്ങി. ജൂബിലിയിൽ ഇപ്പോൾ 17 കൊല്ലമായി ജോലി ചെയ്യുന്നു. പലപ്പോഴും പലതിനും കാരണങ്ങൾ എനിക്ക് മനസ്സിലാവാറില്ല. എന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് വീട്ടിൽ പറഞ്ഞപ്പോഴും വീട്ടിൽ കാണിച്ചു, അശ്വത്ത് എങ്ങനെയാണ് ഇത് പറഞ്ഞത്, എങ്ങനെയാണ് രോഗിക്ക് മനസ്സിലായത്? എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. രോഗിയോട് ഞാൻ പുറത്ത് വന്ന ഈ രക്തക്കൊഴൽ കിട്ടിയെന്നോ ചാടിപ്പിടിച്ചു എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്നുള്ളതിനും നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ പ്രാർത്ഥന, എന്തെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമ്പം ആ സർജറി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. സോ ഇതൊക്കെ എന്തോ കോയിൻസിഡൻസ് ആണോ, ഇതിൻ്റെ പുറകിൽ എന്താ ഉള്ളത്? പിന്നെ എന്തായാലും എൻ്റെ ക്രെഡിറ്റ് ഇതിൽ വളരെ കുറവാണ്. എനിക്ക് ധൈര്യം തന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ധൈര്യം തന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. ആസ് എ ഡോക്ടർ ഞങ്ങളിലൂടെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളായി നിങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾ ദൈവത്തിൻ്റെ ഇതുകൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും മാജിക്കൽ പവറോ ഒന്നുമില്ല. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അത് ഡോക്ടറായാലും രോഗിയായാലും. അത് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.